തരൂരിന്റെയും രാഹുലിന്റെയും രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതയെന്ന് എക്സ്പോസ്റ്റ് പങ്കുവെച്ച് വീണ്ടും ശശി തരൂർ. ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിലെ രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പോസ്റ്റിലുള്ളത്. ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നും പോസ്റ്റിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നു. പോസ്റ്റിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെന്നും തരൂർ അറിയിച്ചു. സിവിത സമീർ എന്ന അക്കൗണ്ടിലെ പോസ്റ്റാണ് ഇപ്പോൾ ശശി തരൂർ പങ്കുവച്ചിരിക്കുന്നത്. PR അരവിന്ദ് അതിന്റെ വിശദാംശം നൽകും. അരവിന്ദ്, ഇപ്പോഴും സ്വന്തം നിലപാടുകളിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു തരൂർ എന്ന് മനസ്സിലാക്കണം. ഈ പുതിയ പോസ്റ്റിന്റെ കണ്ടന്റും ഉള്ളടക്കവും എന്താണ്, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? സൈഫുദ്ദീൻ, തരൂർ എന്ന വിഷയം അത് കോൺഗ്രസിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. എന്താണ് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്നത് ഹൈക്കമാൻഡിനെയും അതുപോലെ തന്നെ കേരള നേതൃത്വത്തെയും ഒരുപോലെ വെട്ടിലാക്കിയിട്ടുണ്ട്. കാരണം കൃത്യമായി BJP അനുകൂല പ്രസ്താവനകൾ തരൂർ നടത്തിയിരുന്നു. മോദി പ്രശംസയും തരൂർ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതെന്തായാലും നടപടികളിലേക്കൊന്നും ഹൈക്കമാൻഡോ അല്ലെങ്കിൽ ACC നേതൃത്വമോ കടന്നിരുന്നില്ല. എന്തായാലും അവസാനമായി ഇപ്പോൾ തരൂർ രാഹുൽ ഗാന്ധിക്കും ശശി തരൂരിനും രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതകൾ എന്ന ഒരു എക്സ്പോസ്റ്റ് പങ്കുവച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ എക്സ്പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ശശി തരൂരിനും രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതകളാണ് പ്രതിഫലിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് രണ്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ഈ എക്സ്പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു. സിവിത സമീർ എന്ന വ്യക്തി എഴുതിയ ഒരു എക്സ്പോസ്റ്റാണ് തരൂർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങളുടെ നിരൂപണം അത് കൃത്യം യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെന്നും ശശി തരൂർ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനൊപ്പമല്ലേ ശശി തരൂർ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം കൃത്യമായ മോദി പ്രശംസയടക്കം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ശശി തരൂരിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വീർ സവർക്കർ അവാർഡ് തരൂർ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ വിവാദമായത്. പിന്നീട് തരൂർ തനിക്ക് ഈ അവാർഡിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സംഘാടകരടക്കം തരൂരിനെ കൃത്യമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും തരൂരിന് നേരത്തെ തന്നെ ഈ അവാർഡിനെ കുറിച്ച് അറിയാമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കോൺഗ്രസുമായുള്ള അകൽച്ച അത് തരൂരുമായി വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഈ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ കൃത്യമായി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമല്ല. കാരണം കോൺഗ്രസ് നേതാക്കളുമായി ഈ വിഷയം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ജനാധിപത്യത്തിൽ ഊന്നിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. പക്ഷേ തരൂരിന്റെ നിലപാടുകൾ അത് ഓരോ ദിവസവും അത് BJPക്ക് അടുത്തേക്ക് പോകുന്നു, കോൺഗ്രസിൽ നിന്ന് അകലുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സേഫ്.